ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ തമിഴിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഡ്രിഫ്റ്റ് വീൽസ് ഉണ്ട്, നമ്മുടെ ജീപ്പ് ഉണ്ട്. യെസ് ഗൈസ്, നമ്മൾ ജീപ്പിനെ ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ ഡ്രിഫ്റ്റ് വീൽസ് ഇടാൻ പോവാണ്. അതായത് വീല് വെച്ച് നോക്കുമ്പോൾ ചെറുതാണ് കണ്ടോ, അതിൻ്റെ റിമ്മിൻ്റെ അത്ര തന്നെ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ 4 വീല് വെച്ചിട്ട് നമ്മുടെ ജീപ്പ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള സംഭവം നോക്കാം. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ട്. കാരണം ഇന്നലെ നമ്മളൊരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ മറിഞ്ഞ് വണ്ടിയിൽ നിന്ന് നൈസായിട്ടൊന്ന് സൈഡിലോട്ട് മറിഞ്ഞ് വേറെ ഒന്നും പറ്റിയൊന്നുമില്ല, പക്ഷെ പൊടികൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റിയില്ല. പിന്നെ നിങ്ങളിത് ഈ ഇരിക്കുന്ന വണ്ടി ഏതാണെന്നൊക്കെ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും. ഇത് നമ്മളന്ന് സുബാറു മോഡിഫിക്കേഷൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി ഈ വണ്ടി പെയിൻറ്റ് ചെയ്യുന്നത്. അന്നേരം ഈ വണ്ടി ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായി എല്ലാവരുടെ അടുത്തും. അപ്പോൾ ചിലർ പറഞ്ഞത് ഇത് ഡോഡ്ജാണ്, പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കാണിക്കുന്ന വിൻ ഡീസലിൻ്റെ വണ്ടിയാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എന്നാൽ അല്ല, ഇത് നമ്മുടെ നിസാൻ GT-Rൻ്റെ ഫസ്റ്റ് 2 ഡോർ വണ്ടിയാണ്. ഇത് ശരിക്കുള്ള വണ്ടി വലിയ സെറ്റപ്പിലങ്ങ് പോയില്ല, പക്ഷേ ആ ഒരു മോഡൽ നിസാൻ GT-Rൻ്റെ ആദ്യത്തെ 2 ഡോർ വണ്ടിയാണിത്. അതാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാസിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ കുറച്ച് നല്ല പോലെ അടിപൊളി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീപ്പിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ജീപ്പ് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് എന്തുമാത്രം സക്സസ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് ചെയ്തു നോക്കണം. നമുക്ക് വീലടിക്കുന്നതിന് മുന്നേ നമ്മൾ ജീപ്പിൽ മറ്റേ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്യാപ്പുള്ള കാരണം നമ്മുടെ മറ്റേ നട്ടും കാര്യങ്ങളൊന്നും കാണുമല്ലോ, അപ്പോൾ കുറച്ചൊരു സ്കെയിൽ ലുക്ക് വരും. അപ്പോൾ 4 ക്യാപ്പ് ഊരാം. നമുക്ക് വീല് ഷൂട്ടാവുമെന്ന് ആദ്യം നോക്കണം, നോക്കിയിട്ടുണ്ടായില്ല. ഈ ഒരു ടൂൾ വെച്ചാണ് നമ്മൾ വീലടിക്കുന്നത്. ഈ ടൂളൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് പാടാണ് ഗൈസ്, എല്ലായിടത്തും കിട്ടൂല, കുറേ പേര് ചോദിച്ചത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഊരിയിട്ടുണ്ട്. നമുക്ക് ടയർ ഊരാം. കണ്ടോ, ഈ ടയറിൻ്റെ വലിപ്പവും നമ്മൾ ഇടാൻ പോകുന്ന ഡ്രിഫ്റ്റ് വീലിൻ്റെ വലിപ്പവും വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടത് ഇത്ര ഉള്ളൂ. വണ്ടി അപ്പോൾ താന്നിരിക്കും. എന്നാൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഡ്രിഫ്റ്റ് വീൽ ഇടാം. ഇനി ഗൈസ് ഇത് കണ്ടോ, ഇത്ര ഉള്ളൂ ടയർ. നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. ചെറിയ വണ്ടി ശരിക്കും താന്ന് 4 വീലും കൂടി കയറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ശരിക്കും വണ്ടി അങ്ങോട്ട് താഴത്തോട്ട് പോകും. ഷൂട്ടായിട്ടാണ് വീല് സെറ്റായി. വീല് അപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് 4 ഡ്രിഫ്റ്റ് വീലും കൂടി അങ്ങ് കയറ്റാൻ വണ്ടിക്കകത്തോട്ട്. ഇതൊക്കെ വരണം. ജീപ്പ് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മൾ ഡ്രിഫ്റ്റ് കാർ മാത്രമാണ് എന്താ പറയുക ഡ്രിഫ്റ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ജീപ്പ് ഡ്രിഫ്റ്റ് ചെയ്ത് കാണൽ അങ്ങനെ കുറവാണ്. കാരണം പതിയെ പോകുന്ന കാറായതുകൊണ്ട് ഇതിന് ഒരുപാട് സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ക്രോളറല്ലേ. അപ്പോൾ ഡ്രിഫ്റ്റ് വീലിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ജസ്റ്റ് നോക്കാം. കുറേ നാളായിട്ട് മനസ്സിലുള്ള പ്ലാനാണ്, പക്ഷെ ഇന്നാണ് ചെയ്യുന്നത്. നല്ല പൊടിയുണ്ട്. കുറച്ചും കൂടി വലിയ എന്താ പറയുക വീൽസ് ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര ചെറുതായിപ്പോയി. കണ്ടോ, ബോഡി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുഞ്ഞ് വീൽസാണ്. യെസ് ഗൈസ്, സെറ്റായി ഗൈസ്. ഇത് കണ്ടോ നമ്മുടെ ജീപ്പിൻ്റെ ഒരവസ്ഥ. ഇത്ര ഉള്ളൂ ടയർ. ഇതുണ്ടോ പത്തൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലും കൂടെ ഇടാം. അങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റ് വീൽസ് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണത്. നമ്മുടെ 4 വീലും ഡ്രിഫ്റ്റ് വീൽസ് ആയിട്ടുണ്ട്. ജീപ്പിൻ്റെ കോലം കണ്ടോ, എന്തോ ഭയങ്കര കുഞ്ഞു വണ്ടി, താന്നുപോയി വണ്ടി. വലിയ ബോഡിയും ചെറിയ ടയറും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീലൊക്കെ ഇട്ട് സെറ്റാണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിയാൽ ഉണ്ടോ എന്താ പോലെ ഇരിക്കുന്നത്. ഗൈസ് അപ്പോൾ സെറ്റായി. ഇനി നമുക്ക് ഇവനൊന്ന് ഓണാക്കി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, എന്താണ് അവസ്ഥ എന്നറിയില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓടിച്ച് നോക്കാം.
ഈ ഭാഗങ്ങൾ ഊരാം. യെസ്, ബാറ്ററി കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പവർ ബട്ടൺ ഓണാക്കാം. യെസ്, ഓണായി. നമ്മുടെ കാർ ഓണായി. അങ്ങനെ നമ്മുടെ കാറ് ഓണായി. നമുക്ക് റിമോട്ട് ഓണാക്കാം. യെസ്, നമ്മുടെ റിമോട്ട് ഓണായി. സ്റ്റിയറിംഗ് ഒക്കെ ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ നമുക്കിത് പുറത്ത് കൊണ്ടുപോയി ഓടിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ. ഓക്കെ, ഗൈസ് അങ്ങനെ നമ്മുടെ ജീപ്പിൽ ഡ്രിഫ്റ്റ് ചെയ്ത് ആദ്യമായിട്ട് ഡ്രിഫ്റ്റിൻ്റെ ചെറിയ ചെറിയ പാടാൻ കിടക്കുന്നുണ്ട്. കണ്ട, അയ്യോ വലിയ സ്പീഡൊന്നുമില്ല, പക്ഷെ എന്നാലും ഡ്രിഫ്റ്റൊക്കെ ചെയ്യുവാണ്. പൊളി പൊളി. അപ്പം നമ്മുടെ ജീപ്പ് അങ്ങനെ ആദ്യമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് ഗൈസ്, ഡ്രിഫ്റ്റ് വീലിട്ടിട്ട് കണ്ടത് ഡ്രിഫ്റ്റിൻ്റെ പാട് കറക്റ്റായിട്ട് ഇവിടെ കാണാം റൗണ്ടിൽ. അപ്പോൾ ഒന്നുകൂടെ ഡ്രിഫ്റ്റ് ചെയ്യിക്കാം. പക്ഷേ ഈ സംഭവം ഡ്രിഫ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പരിപാടി ഉണ്ട്. അതായത് വെറുതെ ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ആവില്ല. കാരണം യോ കണ്ട, ബാക്കൊന്ന് തട്ടി കൊടുക്കുമ്പോൾ വണ്ടി ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് അടിപൊളിയായിട്ട്. ടയറിൽ ജസ്റ്റ് ടേപ്പൊക്കെ ചെയ്തായിരുന്നു. കാരണം ഈ വീലിന് ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി. കാരണം ഇതുപോലത്തെ ടറൈൻ ആയതുകൊണ്ട് ചതവൊന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ടേപ്പ് ചെയ്തായിരുന്നു. പക്ഷേ ടേപ്പൊക്കെ ഇതേ പോയി. ടേപ്പൊക്കെ പോയിട്ട് ടയർ മാത്രമായി ഇപ്പോൾ. ഇതാണ് നമ്മൾ വീലിട്ടിട്ട് നമുക്ക് കിട്ടിയ വീഡിയോ. നമ്മൾ വിചാരിച്ച പോലെ അത്രയും അടിപൊളിയായിട്ട് സാധനം ഡ്രിഫ്റ്റ് ചെയ്തില്ല. പക്ഷേ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഡ്രിഫ്റ്റ് കാറിനേക്കാളും ഡബിൾ അതിൻ്റെ ഡബിൾ വെയിറ്റ് ഈ വണ്ടിക്കുണ്ട്. പിന്നെ ടയറും ചെറുതാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വീലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജീപ്പിന് ഡ്രിഫ്റ്റ് വീലിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം മനസ്സിലായി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജീപ്പിന് ഡ്രിഫ്റ്റ് വീലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഏകദേശം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ പൊളിച്ച് കളയാം. നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഫ്രണ്ടിലെ ടൈപ്പ് മാത്രമേ ഇരുന്ന് വെച്ച് ബാക്കിലെ ഡ്രിഫ്റ്റ് ചെയ്ത് അത് തേഞ്ഞ് കണ്ടോ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.